നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ഗുണമേന്മയുള്ള വിത്തുകൾ കർഷകർക്ക് ലഭ്യമാക്കണമെന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. വിത്ത് ഗ്രാമം പദ്ധതിയിൽ ഉൽപ്പാദിപ്പിച്ച നെൽവിത്തിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ചടങ്ങിൽ അധ്യക്ഷയായി. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലിയും തുടി എന്ന പേരിൽ നൃത്താവിഷ്കാരവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി HSLMML ഉദ്ഘാടനം ചെയ്തു. കുരുന്നുകൾക്ക് കളിച്ചുല്ലസിക്കാൻ വർണ്ണക്കൂടാരം ഒരുങ്ങി. ഗവൺമെന്റ് RP സ്കൂൾ അങ്കണത്തിലാണ് കുട്ടികൾക്ക് ആടിത്തിമിർക്കാൻ SSCയുടെ കേരള സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർണ്ണക്കൂടാരം ഒരുക്കി നൽകിയത്. AC റോഡിന്റെ വീതി കൂട്ടുക, AC റോഡിൽ വെള്ളം കയറിയ ഭാഗങ്ങൾ ഉയർത്തി നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ആരോഗ്യമേഖല ICUവിലാണെന്ന ആക്ഷേപം ഉന്നയിച്ചും ആരോഗ്യമേഖലയിലെ സർക്കാർ അനാസ്ഥയ്ക്കെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഗുണമേന്മയുള്ള വിത്തുകൾ കർഷകർക്ക് ലഭ്യമാക്കണമെന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. വിത്ത് ഗ്രാമം പദ്ധതി വഴി ഉൽപ്പാദിപ്പിച്ച നെൽവിത്ത് വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷയായി. വിത്തുകൾ രാജ്യത്തിന്റെ ഖജനാവാണെന്നും ഏറ്റവും ഗുണമേന്മയുള്ള വിത്തുകൾ കർഷകർക്ക് ലഭ്യമാക്കണമെന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് വിത്ത് ഗ്രാമം പദ്ധതി വഴി ഉൽപ്പാദിപ്പിച്ച നെൽവിത്തിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിലയുടെ കാര്യത്തിനകത്ത് വർധനവുണ്ടാവേണ്ടത് അനിവാര്യമാണ്. ആ വർധനവ് നമ്മുടെ കർഷകർക്ക് എത്രമാത്രം ലഭ്യമാക്കാൻ കഴിയും? ഞാൻ പറഞ്ഞതുപോലെ വലിയൊരു സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം നിൽക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ആ നിൽക്കുന്നതിനിടയിലും സാധ്യമാകുന്ന തരത്തിലുള്ള സഹായങ്ങൾ, ഒരു ഇടപെടൽ ഈ കാര്യം നെല്ലിന്റെ വിലയുടെ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. സർക്കാരിന്റെ സജീവമായ പരിഗണനയുള്ള കാര്യം തന്നെയാണത്. ഇനി സാധ്യമാകുന്നിടത്തോളം എല്ലാവരും കൃഷി ചെയ്യണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു വരുമാനമൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതുന്നുണ്ടാവും. പക്ഷെ ആ വരുമാനം കൊണ്ട് തീർത്താൽ തീരാത്ത തരത്തിലുള്ള രോഗങ്ങളുടെ ഇടങ്ങളിലേക്ക് നിങ്ങൾ പോകാതിരിക്കാൻ മെഡീസൊക്കെ എന്ന് പറഞ്ഞാലും അതുകൊണ്ടൊന്നും കഥയില്ലാത്ത തരത്തിൽ മുമ്പോട്ട് പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്നിടത്തോളം നമ്മൾ കൂടി ഉത്പാദിപ്പിച്ചാൽ കേരളത്തിൽ പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തയെത്താൻ പറ്റും. നെല്ലിൻ്റെ കാര്യത്തിൽ പ്രയാസമാണ്. തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായിരുന്ന കാലത്ത് നമുക്ക് ആവശ്യമായ അരി അല്ലെങ്കിൽ നെല്ല് ഇവിടെ ഉത്പാദിപ്പിച്ചിരുന്നില്ല. പക്ഷെ നമുക്ക് പച്ചക്കറിയുടെയും കിഴങ്ങുവർഗ്ഗങ്ങളുടെയും ഇലവർഗ്ഗങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ കേരളത്തിന് സ്വയം പര്യാപ്തയെത്താൻ പറ്റും. സർവകാല റെക്കോർഡാണ് കഴിഞ്ഞ വർഷം നമ്മൾ നേടിയത് ഈ പച്ചക്കറി ഉത്പാദനത്തിനായിട്ട്. ആദ്യം ശ്രമിച്ചാൽ നമുക്ക് സ്വയം പര്യാപ്തയിലേക്ക് എത്താൻ പറ്റും. ഗുണമേന്മയുള്ള വിത്തുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് നൽകുന്നതിനുള്ള ഇടപെടലുകൾ സർക്കാർ തലത്തിൽ ആവിഷ്കരിക്കും. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് 1200 കോടിയോളം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകാനുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടലുകൾ സർക്കാർ നടത്തും. നാട്ടിലെ പച്ചക്കറി ക്ഷാമം നേരിടുന്നതിന് 365 ദിവസവും പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള തീവ്രയജ്ഞത്തിലേക്ക് നീങ്ങണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷയായി. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ മന്ത്രിയിൽ നിന്നും വിത്തുകൾ ഏറ്റുവാങ്ങി. 1 ലക്ഷം പച്ചക്കറി തൈ വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് നിർവഹിച്ചു. ആര്യാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ സനൽകുമാർ പച്ചക്കറി തൈ ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിനു ഐസക് രാജു, MV പ്രിയ, അഡ്വക്കേറ്റ് TS താഹ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഹേമലത മോഹൻ, അഡ്വക്കേറ്റ് R റിയാസ്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ C അമ്പളി, ഫാംസ് അഡീഷണൽ ഡയറക്ടർ തോമസ് സാമുവൽ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ആനി മാത്യു, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് V പ്രദീപ് കുമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലിയും തുടി എന്ന പേരിൽ നൃത്താവിഷ്കാരവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA HSLM ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലിയും തുടി നൃത്താവിഷ്കാരവും നടത്തി. ജില്ലാ പഞ്ചായത്ത് ഹാളിന് മുന്നിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA HSLM ഉദ്ഘാടനം ചെയ്തു. പഴയ കാലത്തേക്കാൾ വ്യത്യസ്തമായി ഇന്നത്തെ കാലത്തെ രാസലഹരി ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒരാളെ പിടികൂടിയാൽ ആ പിടികൂടുന്നിടം തൊട്ട് ജീവിതം അവസാനിക്കുകയും
മരണത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നു എന്ന ഒരു ഗൗരവതരമായൊരു അവസ്ഥയാണ്, സാഹചര്യമാണ്. മുൻപെല്ലാം നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു മൈൻഡിലേക്ക് വരുന്നത് ഇത്തിരി പ്രായം ചെന്ന ആളുകൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അവർ വന്ന് ഒരു കള്ളുഷാപ്പിൽ കയറി ഇത്തിരി കള്ള് കുടിച്ചിട്ട് വന്ന് ഇച്ചിരി വച്ചിട്ട് വർത്തമാനം പറയുകയോ പാട്ട് പാടുകയോ ഇത്തിരി വഴക്കിടുകയൊക്കെ ചെയ്യുന്ന ഒരാളെ കുറിച്ചായിരിക്കും. പഴയകാല സിനിമയിലൊക്കെ അവതരിപ്പിക്കുന്ന കഥാപാത്രം അങ്ങനെയാണ്. എന്നാൽ ഇന്നത്തെ ഒരു കാലത്ത് ലഹരി ഏതെല്ലാം നിലയ്ക്ക് വ്യത്യാസപ്പെട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായി തന്നെ നമുക്ക് ബോധ്യമാകുന്ന നിലയിലാണ് മാറ്റം സംഭവിക്കുന്നത്. രാസലഹരി എന്നുള്ളത് രാസലഹരി ഉപയോഗം മൂലം വഴിതെറ്റുന്ന യുവതലമുറയെ നേർവഴിക്ക് നയിക്കുവാൻ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിയുന്നുണ്ടെന്ന് MLA അഭിപ്രായപ്പെട്ടു. വാർഡ് കൗൺസിലർ സിമി ഷാഫി ഖാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ S രാജലക്ഷ്മി, അധ്യാപകരായ മെൽവിൻ ഫെർണാണ്ടസ്, K സുജാം, മനു പുന്നൂസ്, NSS ലീഡർ സ്നേഹ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് NSS വോളണ്ടിയേഴ്സ് അവതരിപ്പിച്ച ലഹരിവിരുദ്ധ നൃത്തശില്പവും ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ അരങ്ങേറി. കുരുന്നുകൾക്ക് കളിച്ചുല്ലസിക്കാൻ വർണ്ണക്കൂടാരം ഒരുങ്ങി. ഗവൺമെന്റ് RP സ്കൂൾ അങ്കണത്തിലാണ് കുട്ടികൾക്ക് ആടിത്തിമിർക്കാൻ SSAയുടെ കേരള സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർണ്ണക്കൂടാരം ഒരുക്കി നൽകിയത്. HSLMലെ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. കുരുന്നുകൾക്ക് കളിച്ചുല്ലസിക്കാൻ വർണ്ണക്കൂടാരം ഒരുങ്ങി. പുറക്കാട് ഗവൺമെന്റ് RP സ്കൂൾ അങ്കണത്തിലാണ് കുരുന്നുകൾക്ക് ആട്ടവും പാട്ടും കളിച്ചിരിമേളകളുമായി ആടിത്തിമിർക്കാൻ സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിൽ വർണ്ണക്കൂടാരമൊരുക്കി നൽകിയത്. പൂമ്പാറ്റകളെയും കിളികളെയും മാടി വിളിക്കാൻ പാകത്തിൽ ഹരിതോദ്യാനം തീർത്ത വർണ്ണക്കൂടാരത്തിൽ പാറക്കെട്ടുകൾക്കിടയിൽ നിന്നുള്ള വെള്ളച്ചാട്ടവും ഏറുമാടവും ആമ്പൽക്കുളവും സൈക്കിൾ സവാരിക്കുള്ള റോഡും ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുണ്ട്. ക്ലാസ് മുറിക്കുള്ളിൽ അകക്കളിയിടവും ഒരുക്കിയിട്ടുണ്ട്. HSLMലെ വർണ്ണക്കൂടാരം കുരുന്നുകൾക്കായി തുറന്നുകൊടുത്തു. നമ്മുടെ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ MLA ആയതിനു ശേഷം രണ്ടാമത്തെ വർഷം എന്നോട് ഈ സ്കൂളിലെ അധ്യാപകരും രക്ഷകർത്താക്കളും ആവശ്യപ്പെട്ടതാണ് സ്കൂളിന്റെ കെട്ടിട നിർമ്മാണം, അതിനുവേണ്ടി പൈസ അനുവദിച്ചെന്നുള്ള കാര്യം. പിന്നെ NHന്റെ ഈ പ്രശ്നം വന്നതിന് ശേഷം അതിന്റെ മതില് പൊളിച്ച് ഒരു സുരക്ഷിതമല്ലാത്ത അവസ്ഥ വന്നപ്പോൾ മതിൽ കിട്ടുന്ന കാര്യം ആവശ്യപ്പെട്ടതാണ്. പഞ്ചായത്ത് മുൻകൈയെടുത്ത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആ മതിലിന്റെ നിർമ്മാണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ ഈ സ്കൂളിൽ വന്ന സമയത്ത് ഈ സ്കൂളിലെ ഇതുപോലെ മൈക്കിലൂടെ പരസ്യമായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 1 കോടി രൂപ അനുവദിക്കുകയും എല്ലാ ഭരണപരമായ നടപടികളും പൂർത്തീകരിച്ച് അതിന്റെ ഭരണാനുമതി, സാങ്കേതിക അനുമതി, അതിന്റെ ടെൻഡറിങ്, അതിന്റെ എഗ്രിമെന്റ് ഉൾപ്പെടെ വെച്ച് കോൺട്രാക്ടർ വെയിറ്റ് ചെയ്യുക. ഈ സ്കൂളിൽ കെട്ടിട നിർമ്മാണം ആരംഭിക്കാൻ കഴിയാത്തത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ പിഴവിന്റെ ഭാഗമായില്ല. ഈ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയാലാണ് ഇവിടെയാണ് നിർമ്മിക്കേണ്ടത്. ഇതാണ് സ്കൂൾ സജസ്റ്റ് ചെയ്ത സ്പോട്ട്. ഇതാണ് അത് പൊളിച്ചു മാറ്റാൻ വേണ്ടിയുള്ള നടപടികൾ അത് സ്വീകരിക്കാൻ പഞ്ചായത്തും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പും കൂടി ചേർന്നാണ് തീരുമാനം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അവാർഡ് ജേതാവ് ഡോക്ടർ ഷാലിമ കൈരളി, സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മുസ്തഫ എന്നിവരെ സമ്മേളനത്തിൽ MLA അനുമോദിച്ചു. പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ ചടങ്ങിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ VS മായാദേവി, AEO V ഫാൻസി, PPC V അനിത, മുൻ BRC ട്രെയിനർ K രാജു, പ്രഥമാധ്യാപിക L രമാദേവി എന്നിവർ സംസാരിച്ചു. SMC ചെയർമാൻ B ബിബീഷ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ.
AC റോഡിന്റെ വീതി കൂട്ടുക, AC റോഡിൽ വെള്ളം കയറിയ ഭാഗങ്ങൾ ഉയർത്തി നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. AC റോഡിന്റെ വീതി കൂട്ടുക, AC റോഡിൽ വെള്ളം കയറിയ ഭാഗങ്ങൾ ഉയർത്തുക, ഓടയുടെ പൊക്കം കുറച്ച് വീതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പണ്ടാരക്കളം ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് സമിതി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ ഉദ്ഘാടനം ചെയ്തു. AC റോഡിന്റെ വീതി കുറച്ച വികസന പ്രവർത്തനം വിനാശം സൃഷ്ടിക്കുമെന്നും വീതിയും ആവശ്യമായിടത്ത് പൊക്കവും ഉറപ്പാക്കാൻ ജനകീയ പ്രതിഷേധം ശക്തമാക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. JPS താലൂക്ക് സെക്രട്ടറി PR സതീശൻ പ്രതിഷേധ സദസ്സിൽ അധ്യക്ഷത വഹിച്ചു. സാജു കടമാട്, ജോർജ് മാത്യു പഞ്ഞിമരം, ജോസ് കാവനാട്, ജോസ് കുട്ടി ജോസഫ്, T മുരളി, ജോഷി പാറശ്ശേരി, രാരിച്ചൻ, TG ജയകുമാർ, ജോൺ C ടിറ്റോ, വിജയൻ കൈനഗിരി, ബിജു സേവ്യർ എന്നിവർ സംസാരിച്ചു. AC റോഡിലേക്കുള്ള എല്ലാ റോഡുകളും ഉയർത്തുക, പണ്ടാരക്കള്ളത്തിന് വടക്കോട്ടുള്ള റോഡ് ഇന്റർലോക്കിന് പകരം ടാർ ചെയ്യുക, ലോക പൈതൃക കേന്ദ്രമായ കുട്ടനാടിനെയും ജനങ്ങളെയും സംരക്ഷിക്കുവാൻ രണ്ടാം കുട്ടനാട് പാക്കേജ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ സദസ്സിൽ ഉന്നയിച്ചു. ആരോഗ്യ മേഖല ICUവിലാണെന്ന ആക്ഷേപം ഉന്നയിച്ചും ആരോഗ്യ മേഖലയിലെ സർക്കാർ അനാസ്ഥക്കെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചു. ആരോഗ്യമേഖല ICUവിലാണെന്ന ആക്ഷേപം ഉന്നയിച്ചും ആരോഗ്യമേഖലയിലെ സർക്കാർ അനാസ്ഥക്കെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചു. നേരത്തെ ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് DMO ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ യൂത്ത് ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ KA മാഹിൻ കോട്ടയം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂടുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ബാരിക്കേഡ് കെട്ടി ഞങ്ങളെ തടഞ്ഞ് ഞങ്ങൾക്കെതിരെ ഇപ്പോ യൂത്ത് ലീഗിന്റെ സമരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ടതാണ് അടിച്ചൊതുക്കി ഇല്ലാതാക്കുന്ന സിസ്റ്റം. ഏത് സിസ്റ്റമാണ് കേരളത്തിൽ നന്നായിട്ട് നടക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ കൊള്ളാം. പോലീസിന്റെ സിസ്റ്റം കുറെ നാളുകളായി നാം കാണുന്നതാണ്. ഇപ്പോൾ ആരോഗ്യരംഗത്തെ സിസ്റ്റം മോശമായി എന്ന് പറഞ്ഞാൽ, വ്യവസ്ഥ മോശമായി എന്ന് പറഞ്ഞാൽ ആ വ്യവസ്ഥ ഇവിടെ അമേരിക്കയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ കെട്ടിത്തൂക്കി ഇറക്കിയ സിസ്റ്റമല്ല. കഴിഞ്ഞ 9 വർഷക്കാലമായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ, വീണ ജോർജ് ആരോഗ്യമന്ത്രിയായ, LDF സർക്കാർ ഭരിക്കുന്ന, CPM നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റമാണ് കഴിഞ്ഞ 9 വർഷക്കാലമായി ഇവിടെയുള്ളത്. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷാഫി കാട്ടിൽ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് H ബഷീർ കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബി കാസിം, ജില്ലാ ട്രഷറർ സാബു ഇലവൻമുട്ടിൽ, യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് താരിഷ് മുഹമ്മദ്, ഉബൈ C കായംകുളം, അമീൻ മാനശ്ശേരിയിൽ, ലീഗ് ജില്ലാ ട്രഷറർ കമാല മാക്കിയിൽ, ലോയേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് A റസാഖ്, MSF സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് അൽത്താഫ് സുബൈർ, ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് AM നൌഫൽ, സെക്രട്ടറി നാസർ B താജ്, MSF ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിദ്, BA ഗഫൂർ എന്നിവർ സംസാരിച്ചു. PK ചന്ദ്രാനന്ദൻ അനുസ്മരണവും PKC പാലിയേറ്റീവ് കെയർ സെന്റർ വാർഷികവും നടത്തി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തു. PKC ഫൗണ്ടേഷൻ, CPIM PKC ബ്രാഞ്ച്, PKC പാലിയേറ്റീവ് കെയർ, DYFI ചിറക്കോട് യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ PK ചന്ദ്രാനന്ദന്റെ 11ാമത് അനുസ്മരണ സമ്മേളനവും PKC പാലിയേറ്റീവ് കെയർ സെന്റർ വാർഷികവും സംഘടിപ്പിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ചികിത്സാ ധനസഹായം, പ്രതിമാസ പെൻഷൻ, SSLC+2 വിജയികൾക്കുള്ള അനുമോദനം എന്നിവ H സലാം MLA നിർവഹിച്ചു. കട്ടക്കുഴി ഭാരത് ഗ്രന്ഥശാലയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ചെയർമാൻ K രഘുനാഥൻ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ വർഗീസ് പ്ലാപ്പറമ്പിൽ, CPIM ഏരിയ സെക്രട്ടറി C ഷാംജി, ജില്ലാ കമ്മിറ്റി അംഗം A ഓമനക്കുട്ടൻ, അമ്പലപ്പുഴ കിഴക്ക് അമ്പലപ്പുഴ ടൗൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ G ഷിബു, P അരുൺകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് കരുമാടി ശശി, പ്രശാന്ത് എസ് കുട്ടി, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ, വൈസ് പ്രസിഡന്റ് P രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ രതീഷ്, V അനിത, കൺവീനർ വേണുരാജ്, പഞ്ചായത്ത് അംഗങ്ങൾ PKCയുടെ മക്കളായ ബിന്ദു, ഉഷ എന്നിവർ സംസാരിച്ചു. രക്ഷാധികാരി അശോകൻ കട്ടക്കുഴി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുണമേന്മയുള്ള വിത്തുകൾ കർഷകർക്ക് ലഭ്യമാക്കണമെന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. വിത്ത് ഗ്രാമം പദ്ധതിയിൽ ഉൽപ്പാദിപ്പിച്ച നെൽവിത്തിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ചടങ്ങിൽ അധ്യക്ഷയായി. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലിയും തുടി എന്ന പേരിൽ നൃത്താവിഷ്കാരവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി HSL MMLA ഉദ്ഘാടനം ചെയ്തു. കുരുന്നുകൾക്ക് കളിച്ചുല്ലസിക്കാൻ വർണ്ണക്കൂടാരം ഒരുങ്ങി. ഗവൺമെന്റ് RP സ്കൂൾ അങ്കണത്തിലാണ് കുട്ടികൾക്ക് ആടിത്തിമിർക്കാൻ SSAയുടെ കേരള സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർണ്ണക്കൂടാരം ഒരുക്കി നൽകിയത്. AC റോഡിന്റെ വീതി കൂട്ടുക, AC റോഡിൽ വെള്ളം കയറിയ ഭാഗങ്ങൾ ഉയർത്തി നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ആരോഗ്യമേഖല ICUവിലാണെന്ന ആക്ഷേപം ഉന്നയിച്ചും ആരോഗ്യമേഖലയിലെ സർക്കാർ അനാസ്ഥയ്ക്കെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.